കേരളത്തിലെ ഏറ്റവും മണ്ടന്മാരുള്ള സ്ഥലം ഏത് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ എന്തായാലും തൃശൂർ വരും എന്നത് തീർച്ചയാണ്. കാരണം സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു അഹങ്കാരിയായ വ്യക്തിയെ വിജയിപ്പിച്ചു എന്നത് തന്നെയാണ് അവിടുത്തെ പോരായ്മ. കോടീശ്വരൻ പരിപാടിയിൽ നിന്ന് ഇപ്പോഴും സുരേഷ് ഗോപി മണ്ണിലേക്ക് ഇറങ്ങിയിട്ടില്ല. ആ സിനിമാ ജീവിതത്തിലെ ആക്ഷനിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചോദിച്ച കൈരളി ന്യൂസ് റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. ഇന്നലെ മധ്യപ്രദേശ് ജബൽപൂരിലെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഭീഷണി. മര്യാദയ്ക്ക് സംസാരിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപി റിപ്പോർട്ടറോട് കയർത്തത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയെയും സുരേഷ് ഗോപി അധിക്ഷേപിക്കുകയായിരുന്നു. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ കൈരളി ന്യൂസിന്റേതാണ് എന്ന് അറിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നായിരുന്നു സുരേഷ് ഗോപി യാതൊരു മര്യാദയുമില്ലാതെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. കേരളത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ച ഏക സീറ്റ് പൂട്ടിക്കുമെന്ന് ബ്രിട്ടാസ് എം പി പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിനും അധിക്ഷേപകരമായ തന്നെയായിരുന്നു മറുപടി. അക്ഷരം മാറ്റിയാൽ മതി എന്നായിരുന്നു ഇതിനുള്ള അശ്ലീല മറുപടി. ജബൽപൂരിലെ ആക്രമണത്തെ കുറിച്ച് പറയാൻ സൗകര്യമില്ല എന്നും ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കൃത്യമായ മറുപടി ഇല്ലാത്തതിനാൽ തടി തപ്പുകയായിരുന്നു ഒടുവിൽ സുരേഷ് ഗോപി.